അമേരിക്കയുടെ 45ാമത് പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. വാഷിംഗ്ടണിലെ ക്യാപിറ്റോൾ ഹില്ലിൽ നടന്ന ചടങ്ങിലായിരുന്നു ട്രംപിന്റെ സ്ഥാനാരോഹണം. യുഎസ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ജോൺ റോബർട്സ് സത്യപ്രതിജ്ഞാ വാക്യം ചൊല്ലിക്കൊടുത്തു. അമേരിക്കൻ പാർലമെന്റ് മന്ദിരമായ ക്യാപിറ്റോൾ ഹില്ലിന്റെ പടവുകളിൽ ഇന്ത്യൻ സമയം രാത്രി 10ഓടെയാണ് സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ ആരംഭിച്ചത്. ന്യൂയോർക്ക് ആർച്ച് ബിഷപ്പ് തിമോത്തി പ്രാരംഭ പ്രാർത്ഥനകൾക്ക് നേതൃത്വം നൽകി. തുടർന്ന് അമേരിക്കൻ ചീഫ് ജസ്റ്റിസ് ജോൺ റോബർട്സ് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് മൈക്ക് പെൻസിന് ആദ്യം സത്യവാചകം ചൊല്ലിക്കൊടുത്തു. I, Michael Richard Pence, do solemnly swear that I will support and defend the Constitution of the United States. That I will support and defend the Constitution of the United States. പിന്നാലെ 10:30ഓടെ ഡൊണാൾഡ് ട്രംപ് സത്യവാചകം ചൊല്ലി അമേരിക്കയുടെ 45ാം പ്രസിഡന്റായി സ്ഥാനമേറ്റു. I, Donald John Trump, do solemnly swear that I will faithfully execute the office of President of the United States. 35 വാക്കുകൾ നീണ്ടതായിരുന്നു സത്യപ്രതിജ്ഞ. മുമ്പ് എബ്രഹാം ലിങ്കൺ ഉപയോഗിച്ച ബൈബിളും തന്റെ അമ്മ കൈമാറിയ ബൈബിളും തൊട്ടായിരുന്നു ട്രംപിന്റെ സത്യപ്രതിജ്ഞ. തിരഞ്ഞെടുപ്പ് നടന്ന് 2 മാസത്തിന് ശേഷമാണ് ട്രംപിന്റെ സ്ഥാനാരോഹണം. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ബിൽ ക്ലിന്റൺ, ജോർജ് ഡബ്ല്യു ബുഷ് തുടങ്ങി മുൻ പ്രസിഡന്റുമാരടക്കം ക്ഷണിക്കപ്പെട്ട വിശിഷ്ടാതിഥികളെയും കുടുംബാംഗങ്ങളെയും തടിച്ചുകൂടിയ 10,000-ങ്ങളെയും സാക്ഷി നിർത്തി രാജ്യത്തെ അഭിസംബോധന ചെയ്തതോടെ ട്രംപ് യുഗത്തിന് വഴിമാറി മുൻ പ്രസിഡന്റ് ബരാക് ഒബാമ വൈറ്റ് ഹൌസിന്റെ പടികളിറങ്ങി. ന്യൂസ് ഡെസ്ക്. പ്രതിസന്ധികളെ തരണം ചെയ്ത് അമേരിക്കയെ ശക്തമായ രാജ്യമാക്കുകയാണ് തന്റെ ലക്ഷ്യമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അധികാരം ഇനി അമേരിക്കൻ ജനതയ്ക്കായിരിക്കുമെന്നും ജനങ്ങളാകും അമേരിക്കയെ മുന്നോട്ട് നയിക്കുകയെന്നും ട്രംപ് പറഞ്ഞു. ഭീകരവാദത്തെ ഭൂമുഖത്തുനിന്ന് തുടച്ചു നീക്കുമെന്നും അധികാരമേറ്റ ശേഷം ട്രംപ് ജനങ്ങളോട് പറഞ്ഞു. Chief Justice Roberts, President Carter, President Clinton, President Bush, President Obama, fellow Americans, and people of the world, thank you. ലോകത്തിന് നന്ദി പറഞ്ഞുകൊണ്ടാണ് സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റായുള്ള ആദ്യ പ്രസംഗം ആരംഭിച്ചത്. മുൻ നിലപാടുകൾ ആവർത്തിച്ചുകൊണ്ട് ആദ്യ പ്രസംഗത്തിൽ തന്നെ ട്രംപ് ജനങ്ങളെ കയ്യിലെടുത്തു. ശക്തമായ അമേരിക്കയെ കെട്ടിപ്പടുക്കുകയാണ് ലക്ഷ്യമെന്നും എല്ലാ വെല്ലുവിളികളെയും പ്രതിസന്ധികളെയും അതിജീവിക്കുമെന്നും ജനങ്ങളാണ് അമേരിക്കയുടെ ശക്തിയെന്നും ട്രംപ് പറഞ്ഞു. ഇസ്ലാം തീവ്രവാദത്തെ ലോകത്തുനിന്ന് തന്നെ തുടച്ചു നീക്കുമെന്നും ട്രംപ് ആവർത്തിച്ചു പറഞ്ഞു. We will reinforce old alliances and form new ones and unite the civilized world against radical Islamic terrorism, which we will eradicate completely from the face of the earth. അമേരിക്കക്കാർക്ക് ഗുണകരമായ നയങ്ങളായിരിക്കും തന്റേതെന്നും എല്ലാവർക്കും സ്വീകരിക്കാവുന്ന മാതൃകയാക്കി അമേരിക്കയെ മാറ്റുമെന്നും ട്രംപ് ഉറപ്പു നൽകി. ഒറ്റക്കെട്ടായി നിൽക്കുന്ന അമേരിക്കയെ ആർക്കും തകർക്കാൻ സാധിക്കില്ലെന്ന് ട്രംപ് പറഞ്ഞപ്പോൾ ജനം ആവേശം കൊണ്ടു. ജനങ്ങളുടെ കാത്തിരിപ്പ് ഇവിടെ അവസാനിക്കുകയാണ്. അധികാരം ജനങ്ങൾക്ക് കൈമാറുകയാണ്. ഇനി ജനങ്ങളായിരിക്കും സർക്കാരിനെ മുന്നോട്ട് നയിക്കുക. നമ്മളൊരു രാജ്യമാണ്. മറ്റുള്ളവരുടെ വേദന നമ്മുടേതുമാണ്. അവരുടെ സ്വപ്നം നമ്മുടേതും അവരുടെ വിജയം നമ്മുടേതും. ഇനി ഒരിക്കലും അമേരിക്കയിലെ ആരും ജനങ്ങളെ അവഗണിക്കില്ലെന്നും നമ്മൾ നമ്മുടെ തൊഴിലുകൾ വീണ്ടെടുക്കുമെന്നും നമ്മുടെ അതിർത്തികൾ വീണ്ടെടുക്കുമെന്നും നമ്മുടെ സ്വത്ത് വീണ്ടെടുക്കുമെന്നും സ്വപ്നങ്ങൾ വീണ്ടെടുക്കുമെന്നും ട്രംപ് പറഞ്ഞു. കറുത്തവനോ വെളുത്തവനോ ആയിക്കോട്ടെ, പക്ഷേ എല്ലാവരും സല്യൂട്ട് ചെയ്യുന്നത് മഹത്തായ അമേരിക്കൻ പതാകയാണെന്ന് പറഞ്ഞ് തന്റെ ആദ്യ പ്രസംഗം അമേരിക്കയുടെ 45ാം പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവസാനിപ്പിച്ചു. ഇന്റർനാഷണൽ ഡെസ്ക്, പീപ്പിൾ ടിവി. പ്രതിഷേധങ്ങൾക്കും പ്രക്ഷോഭങ്ങൾക്കുമിടെയാണ് അമേരിക്കയുടെ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് സ്ഥാനമേറ്റെടുത്തത്. സ്ഥാനാരോഹണ ദിവസവും അതിനുശേഷവും പ്രതിഷേധം തുടരാൻ സംഘടനകൾ അനുമതി തേടിയിരുന്നു. ഡൊണാൾഡ് ട്രംപ് വിജയിച്ചതായി പ്രഖ്യാപിച്ച അന്നു തന്നെ ട്രംപ് ടവറിന് മുന്നിൽ പ്രതിഷേധങ്ങൾ നടന്നിരുന്നു. കടുത്ത പ്രതിഷേധത്തിനിടെയാണ് അമേരിക്കയുടെ ഏറ്റവും ജനപ്രീതി കുറഞ്ഞ പ്രസിഡന്റ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. ട്രംപിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ ആരംഭിക്കുന്നതിനു മുൻപേ തന്നെ പ്രതിഷേധവുമായി തെരുവുകളിലെത്തിയത് 2 ലക്ഷത്തോളം ആളുകളാണ്. പ്രതിഷേധക്കാരും പോലീസുമായി ചെറിയ രീതിയിൽ ഏറ്റുമുട്ടലുകളുമുണ്ടായി. 200ഓളം സംഘടനകളുടെ നേതൃത്വത്തിലാണ് അമേരിക്കയുടെ പ്രസിഡന്റിനെതിരെ പ്രതിഷേധം സംഘടിപ്പിച്ചത്. പ്രതിഷേധത്തിന്റെ തീജ്വാലയിലും ഇതിനെയൊന്നും കൂസാതെയാണ് ട്രംപ് വൈറ്റ് ഹൌസിലേക്ക് നടന്നു കയറിയത്.
സ്ത്രീവിരുദ്ധൻ, ദളിത് വിരുദ്ധൻ തുടങ്ങി ഒട്ടനവധി പട്ടങ്ങളാണ് അമേരിക്കൻ പ്രസിഡന്റ് അധികാരമേൽക്കുന്നതിനു മുൻപേ വിമർശകർ ട്രംപിന് ചാർത്തിക്കൊടുത്തത്. സമത്വവും നീതിയും ട്രംപ് അട്ടിമറിക്കുകയാണെന്നാണ് പ്രതിഷേധക്കാരുടെ ആരോപണം. ട്രംപിനെതിരെ വനിതാ സംഘടനകളുടെ നേതൃത്വത്തിലും ശക്തമായ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചു. ഇതിനിടെ ട്രംപിനെതിരെ വധഭീഷണി സന്ദേശം അയച്ച ആൾക്ക് ഹിലറി ക്ലിന്റന്റെ കുടുംബവുമായി ബന്ധമുണ്ടെന്ന തരത്തിലും റിപ്പോർട്ടുകൾ വന്നു. പ്രതിഷേധങ്ങളുടെ പശ്ചാത്തലത്തിൽ കനത്ത സുരക്ഷയാണ് സത്യപ്രതിജ്ഞാ ചടങ്ങുകൾക്ക് ഒരുക്കിയിരുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്. അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള ഡൊണാൾഡ് ട്രംപിന്റെ സ്ഥാനാരോഹണം ആഗോളതലത്തിൽ നിർണായക മാറ്റങ്ങൾ ഉണ്ടാക്കിയേക്കും. ട്രംപിന്റെ സാമ്രാജ്യത്വ നയങ്ങൾ ലോകത്തെ അരക്ഷിതമാക്കുമോ എന്ന ആശങ്കയിലാണ് പല കേന്ദ്രങ്ങളും ഉയർത്തുന്നത്. മധ്യ പൗരസ്ത്യ മേഖലയിലെ പ്രശ്നങ്ങൾ മുതൽ കാലാവസ്ഥാ വ്യതിയാനം വരെയുള്ള വിഷയങ്ങളിൽ താരതമ്യേന മാനുഷികവും സാർവദേശീയവുമായ നിലപാട് കൈക്കൊണ്ട് ലോകജനതയുടെ ആദരവ് പിടിച്ചുപറ്റിയ ബരാക് ഒബാമയിൽ നിന്ന് തികച്ചും വ്യത്യസ്തനായിരിക്കും പുതിയ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എന്നുറപ്പ്. വർണ്ണവെറി, മുസ്ലിം വിരുദ്ധത, കുടിയേറ്റങ്ങൾക്കുമേൽ ശക്തമായ നിയന്ത്രണം, സർവോപരി വെള്ളക്കാരന്റെ ഹുങ്ക് തുടങ്ങിയവയുമായി ട്രംപ് എത്ര കണ്ട് മുന്നോട്ടു പോകുമെന്നതായിരിക്കും ആഗോള രാഷ്ട്രീയത്തിന്റെ ഗതി നിശ്ചയിക്കുക. കരുത്തനായ റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനുമായി സംഘർഷത്തിന്റെ പാതയാണ് ട്രംപ് തെരഞ്ഞെടുക്കുന്നതെങ്കിൽ ലോകം അശാന്തമാകും. ചൈനയെന്ന സാമ്പത്തിക ശക്തിയെ തകർക്കുക എന്ന ലക്ഷ്യവും ഒട്ടും എളുപ്പമല്ല. ഇറാനുമായി ഒബാമയുണ്ടാക്കിയ സമാധാന ഉടമ്പടിയിൽ നിന്ന് പിന്മാറുമോ? ഇറാഖ്, സിറിയ, ലബനൻ, അഫ്ഗാനിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ അമേരിക്ക നടത്തുന്ന സൈനിക ഇടപെടലുകളുമായി മുന്നോട്ടു പോകുമോ? കുടിയേറ്റങ്ങളെയും അഭയാർത്ഥി പ്രവാഹത്തെയും എങ്ങനെ നേരിടും എന്നിങ്ങനെ ട്രംപിനു മുന്നിൽ സങ്കീർണമായ നിരവധി ചോദ്യങ്ങളുണ്ട്. പാരീസ് കാലാവസ്ഥാ ഉടമ്പടിയിൽ നിന്ന് അമേരിക്ക പിന്മാറുമെന്ന് ട്രംപ് വളരെ മുൻപ് തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രഖ്യാപനം നടപ്പിലാക്കിയാൽ വിഷപ്പുക ശ്വസിക്കുന്ന ലോകം മാലിന്യ കൂമ്പാരമായി മാറും. ട്രംപിനെ ഇന്ത്യയുടെ അടുത്ത സുഹൃത്തായാണ് നരേന്ദ്രമോദി സർക്കാർ കാണുന്നത്. കശ്മീർ, വിസ നിയന്ത്രണം, വാണിജ്യ തീരുവകൾ എന്നിങ്ങനെ ഇന്ത്യയെ ബാധിക്കുന്ന നിർണായക വിഷയങ്ങളിൽ ട്രംപ് കൈക്കൊള്ളുന്ന നിലപാടുകൾ നിർണായകമാകും. ഇന്റർനാഷണൽ ഡെസ്ക്. ജല്ലിക്കെട്ടിന് അനുമതി നൽകിയുള്ള ഓർഡിനൻസ് തമിഴ്നാട് സർക്കാർ ഇന്ന് പുറപ്പെടുവിച്ചേക്കും. ജല്ലിക്കെട്ടിന് നിരോധനം ഏർപ്പെടുത്തിയ സുപ്രീം കോടതി ഉത്തരവ് മറികടക്കാൻ ഓർഡിനൻസ്. തമിഴ്നാടിന്റെ ചുമതലയുള്ള ഗവർണർ വിദ്യാസാഗർ റാവു ഇന്ന് ചെന്നൈയിലെത്തും. ഓർഡിനൻസിന് നിയമ മന്ത്രാലയം അനുമതി നൽകിയിട്ടുണ്ട്. അതേസമയം ജല്ലിക്കെട്ടിന് അനുമതി തേടി AIADMK എംപിമാർ ഇന്ന് രാഷ്ട്രപതിയെ കാണും. ഉച്ചയ്ക്ക് 2 മണിക്കാണ് കൂടിക്കാഴ്ച. ഉത്തർപ്രദേശിലെ ആദ്യഘട്ട വോട്ടെടുപ്പിന് ഇനി 25 ദിവസം മാത്രം ബാക്കി നിൽക്കെ മുന്നണി രൂപീകരണങ്ങളിൽ അവ്യക്തത. തർക്കത്തെ തുടർന്ന് കോൺഗ്രസ് സമാജ്വാദി സഖ്യത്തിൽ ആശയക്കുഴപ്പം. ചെറുപാർട്ടികളുമായി ചേർന്ന് മുന്നണി രൂപീകരിച്ച് മത്സരിക്കാൻ വഴിതേടി RLD ചർച്ചകൾ ആരംഭിച്ചു. BJPയും BSPയും ഒറ്റയ്ക്ക് മത്സരിക്കും. സോണിയാഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും ലോക്സഭാ മണ്ഡലങ്ങളായ റായ്ബ്രേലി, അമേഠി എന്നിവിടങ്ങളിലെ മുഴുവൻ നിയമസഭാ സീറ്റുകൾ, 23 സിറ്റിംഗ് സീറ്റുകൾ എന്നിവ ഉൾപ്പെടുത്തി 101 സീറ്റെങ്കിലും വേണമെന്നാണ് കോൺഗ്രസ് ആവശ്യം. കഴിഞ്ഞ തവണ മത്സരിച്ച 393 സീറ്റുകളിൽ പലതും വേണ്ടെന്ന് വച്ചാലും കോൺഗ്രസ് ആവശ്യപ്പെട്ട 101 സീറ്റ് നൽകാനാകില്ലെന്നാണ് സമാജ്വാദി നിലപാട്. ഈ തർക്കത്തിൽ നിന്നും ഇതുവരെ ഏതെങ്കിലും തരത്തിൽ മുന്നോട്ടു പോകാൻ ഇരു പാർട്ടികൾക്കും കഴിയാത്തതോടെ സഖ്യചർച്ച വഴിമുട്ടി നിൽക്കുന്നു. ഇരുപക്ഷവും സഖ്യത്തിൽ നിന്ന് തള്ളിക്കളഞ്ഞ അജിത് സിംഗിന്റെ RLD സ്വന്തം നിലയ്ക്ക് മുന്നണി രൂപീകരിച്ച് മത്സരിക്കാൻ RJD അടക്കമുള്ള ചെറുപാർട്ടികളുമായി ചർച്ച ആരംഭിച്ചു. ജാട്ട് വിഭാഗത്തിന്റെ പിന്തുണയാണ് RLDയുടെ ബലം. ജാട്ട് മുസ്ലിം സംഘർഷം ഉത്തർപ്രദേശിൽ വ്യാപകമാണ്. RLDയെ ഒപ്പം കൂട്ടിയാൽ മുസ്ലിങ്ങൾ സമാജ്വാദിക്കും കോൺഗ്രസിനും വോട്ട് ചെയ്യില്ലെന്നുറപ്പ്. ഈ സാഹചര്യത്തിലാണ് RLDയെ അഖിലേഷ് തള്ളിയത്. പക്ഷേ കൂടുതൽ മുസ്ലിം സ്ഥാനാർത്ഥികളെ നിർത്തി ആ ചീത്തപ്പേര് മാറ്റാനുള്ള ശ്രമം അജിത് സിംഗ് ആരംഭിച്ചിട്ടുണ്ട്. അയോധ്യയിലടക്കം മുസ്ലിം സ്ഥാനാർത്ഥിയെ നിർത്തി മായാവതി നടത്തുന്ന തന്ത്രങ്ങൾ മറികടക്കാനാണ് ഇപ്പോൾ സമാജ്വാദി ശ്രമിക്കുന്നത്. ഒറ്റയ്ക്ക് മത്സരിക്കുന്ന BSPയും BJPയും തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുന്നു. എന്നാൽ മറുഭാഗത്ത് മുന്നണി രൂപീകരിക്കാനുള്ള തീരുമാനങ്ങളിൽ ആശയക്കുഴപ്പം തുടരുന്നു. കോൺഗ്രസ് സമാജ്വാദി സഖ്യചർച്ചകളും ജാട്ട് വോട്ടുകളെ സ്വാധീനിക്കുന്ന RLDയുടെ രാഷ്ട്രീയ നീക്കവും അന്തിമമായാൽ മാത്രമേ ഉത്തർപ്രദേശിന്റെ തെരഞ്ഞെടുപ്പ് ചിത്രം വ്യക്തമാവുകയുള്ളൂ. വോട്ടെടുപ്പിന് ഇനി 25 ദിവസം മാത്രമേ ബാക്കിയുള്ളൂ എന്നത് രാഷ്ട്രീയ പാർട്ടികളുടെ ചങ്കിടിപ്പ് വർദ്ധിപ്പിക്കുന്നുണ്ട്. ദില്ലിയിൽ നിന്നും സന്തോഷ് സർലിംഗ്. 13ാം പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായി നവകേരളത്തിന് ജനകീയ ആസൂത്രണം എന്ന കർമ്മപരിപാടിക്ക് ഇന്ന് തൃശൂരിൽ തുടക്കമാകും. വികസന പദ്ധതികൾക്കായുള്ള ആശയരൂപീകരണ സെമിനാറുകൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. തേക്കിൻകാട് മൈതാനിയിലെ വിവിധ വേദികളിലായി 12 വിഷയങ്ങളിലാണ് സെമിനാറുകൾ സംഘടിപ്പിക്കുന്നത്.
സർക്കാർ പ്രഖ്യാപിച്ച 4 മിഷനുകളുടെയും വകുപ്പുകളുടെയും പ്രവർത്തനം സംയോജിപ്പിക്കുക, പ്രാദേശിക സാമ്പത്തിക വികസനം സാധ്യമാക്കുക, സാമൂഹിക സുരക്ഷിതത്വം ഉറപ്പുവരുത്തുക, മുൻകാല ആസൂത്രണ പദ്ധതികളുടെ ന്യൂനതകൾ പരിഹരിക്കുക എന്നീ ലക്ഷ്യങ്ങളാണ് നവകേരളത്തിന് ജനകീയ ആസൂത്രണം എന്ന പരിപാടിക്ക് പിന്നിൽ. EK നയനാർ സർക്കാർ തുടക്കമിട്ട ജനകീയ ആസൂത്രണ പദ്ധതിയുടെ പുനരുജ്ജീവനത്തിനാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് തൃശൂരിൽ തുടക്കം കുറിക്കുന്നത്. ആ ജനകീയത തിരിച്ചുപിടിക്കണം, അതിന്റെ കാര്യശേഷി വർദ്ധിപ്പിക്കണം, ന്യൂനതകളുണ്ടെങ്കിൽ പരിഹരിക്കണം. ഈ കാഴ്ചപ്പാട് വെച്ചാണ് നവകേരള മിഷൻ കേരളത്തിൽ പ്രഖ്യാപിച്ചും ജനങ്ങളെ പങ്കാളികളാക്കിക്കൊണ്ടുള്ള കേരളത്തിന്റെ സാമൂഹ്യ പ്രശ്നങ്ങൾ, കാർഷിക പ്രശ്നങ്ങൾ, ജലത്തിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയുള്ളതാണ്. അത് നല്ലപോലെ ജനകീയ പങ്കാളിത്തത്തോടെ വിജയിപ്പിക്കാൻ കഴിയും എന്നാണ് ഞങ്ങൾ കരുതുന്നത്. വകുപ്പ് മന്ത്രിമാർ, വിഷയത്തിൽ വൈദഗ്ധ്യം നേടിയ ഉദ്യോഗസ്ഥർ, ആസൂത്രണ ബോർഡ് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുക്കുന്ന ആശയ രൂപീകരണ സെമിനാറുകളാണ് രാവിലെ നടക്കുക. ആരോഗ്യം, പാർപ്പിടം, കൃഷി, ജലസുരക്ഷ, വിദ്യാഭ്യാസം, ലിംഗനീതി, സദ്ഭരണം തുടങ്ങി 12 വിഷയങ്ങളിലാണ് സെമിനാറുകൾ. സെമിനാറിലെ നിർദ്ദേശങ്ങൾ വിദഗ്ധ സഹായത്തോടെ ക്രോഡീകരിച്ച മന്ത്രിസഭയ്ക്ക് കൈമാറും. ഈ നിർദ്ദേശങ്ങൾ 13ാം പഞ്ചവത്സര പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പാക്കാനാണ് ലക്ഷ്യമിടുന്നത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ചർക്കയിൽ നൂൽ നൂൽക്കുന്നത് കൊണ്ട് മോദി ഗാന്ധിയാകില്ലെന്ന് VS അച്യുതാനന്ദൻ. 1000 കൊല്ലം ജീവിച്ചാലും മോദി ഗാന്ധിയെ പോലെയാകില്ലെന്നും നവ ഉദാരവൽക്കരണത്തിന് മോദിയുടെ വരവോടെ ഫാസിസ്റ്റ് സ്വഭാവം കൈവന്നുവെന്നും VS പറഞ്ഞു. ഇപ്പോൾ മോദി ഗാന്ധിജിയാകാനുള്ള ഒരുക്കത്തിലാണ്. ചർക്കയിൽ നൂൽ നൂൽക്കുന്ന ചിത്രം നൽകിയത് കൊണ്ട് മോദിക്ക് ഗാന്ധിജിയാകാനാകുമോ? 1000 കൊല്ലം ജീവിച്ചാൽ പോലും മോദിക്ക് ഗാന്ധിജിയുടെ ഏഴയലത്ത് പോലും എത്താൻ കഴിയില്ല. മോദിയുടെ ഇത്തരം ചെപ്പടി വിദ്യകൾ ഇപ്പോൾ ജനങ്ങൾ മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട്. പത്രങ്ങളിലും പരസ്യങ്ങളിലും പ്രസംഗങ്ങളിലും മാത്രം ജീവിക്കുന്നയാളായി നമ്മുടെ പ്രധാനമന്ത്രി അധപ്പതിച്ചിരിക്കുന്നു എന്നതാണ് സത്യം. കശുവണ്ടി ഫാക്ടറികൾ തുറക്കണമെന്നാവശ്യപ്പെട്ട് കാഷ്യൂ വർക്കേഴ്സ് സെന്റർ CITUവിന്റെ നേതൃത്വത്തിൽ കൊല്ലം VLC ഹെഡ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. മുഖ്യമന്ത്രി ഈ മാസം 26-ന് വിളിച്ച ചർച്ചയിൽ കശുവണ്ടി മുതലാളിമാർ ഒത്തുതീർപ്പിന് തയ്യാറാകണമെന്ന് PK ഗുരുദാസൻ ആവശ്യപ്പെട്ടു. കഴിഞ്ഞ 1.5 വർഷമായി അടച്ചിട്ടിരിക്കുന്ന കശുവണ്ടി ഫാക്ടറികൾ തുറക്കാതെ ഇതര സംസ്ഥാനങ്ങളിൽ മാത്രം ഫാക്ടറികൾ തുറന്ന് പ്രവർത്തിപ്പിക്കുന്നത് കേരളത്തോടുള്ള അനാദരവെന്ന് PK ഗുരുദാസൻ കുറ്റപ്പെടുത്തി. K. രവീന്ദ്രനാഥൻ നായരോട് എല്ലാ ആദരവുമുണ്ടെന്നും എന്നാൽ തൊഴിലാളികളെ പട്ടിണിക്കിടുന്നത് ശരിയാണോ എന്നും PK ഗുരുദാസൻ ചോദിച്ചു. വീണ്ടും മുഖ്യമന്ത്രി 24-ാം തീയതി കോൺഫറൻസ് വിളിച്ചിരിക്കുകയാണ്. സമരം നീട്ടിക്കൊണ്ടുപോകുന്നത് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ തൊഴിലാളികൾ പട്ടിണിയാണ്, മുഴുവൻ പട്ടിണിയാണ്. നരേന്ദ്രമോദിയുടെ ഈ നാണയത്തിന്റെ മൂല്യം എടുത്തു കിടക്കുന്നത് മുതൽ അങ്ങേറ്റത്തെ ദുരിതത്തിലാണ് നമ്മളെല്ലാം. ഡീമോണിറ്റൈസേഷൻ ഇംഗ്ലീഷിൽ പറയുന്ന നാണയത്തിന്റെ മൂല്യം ഇല്ലാതാക്കിയ നടപടി, അത് കശുവണ്ടി തൊഴിലാളികൾ മാത്രമല്ല എല്ലാ വിഭാഗം തൊഴിലാളികളും വലിയ ദുരിതത്തിലാണ്. തോട്ടണ്ടിക്ക് വില കൂടുതലാണെന്ന് പറയുന്ന മുതലാളിമാർ അണ്ടിപ്പരിപ്പിന്റെ വില കൂടി വെളിപ്പെടുത്തണമെന്നും മുന്തിയനും പരിപ്പിന് കിലോയ്ക്ക് 1200 രൂപ വില ലഭിക്കുമ്പോഴാണ് പ്രതിസന്ധിയാണെന്ന് മുതലാളിമാരുടെ വിലാപമെന്നും CITU നേതാക്കളും ചൂണ്ടിക്കാട്ടി. ഈ മാസം 26-ന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ചർച്ചയിൽ സമരം ഒത്തുതീർപ്പാക്കിയില്ലെങ്കിൽ കടുത്ത സമരമാർഗങ്ങളിലേക്ക് നീങ്ങുമെന്നും CITU മുന്നറിയിപ്പ് നൽകി. ന്യൂസ് ബ്യൂറോ, കൊല്ലം. സംസ്ഥാന സ്കൂൾ കലോത്സവം ഇന്ന് 6ാം ദിനം. ഹയർ സെക്കൻഡറി വിഭാഗത്തിന്റെ നാടൻപാട്ട് മത്സരമാണ് ഇന്നത്തെ മുഖ്യ ആകർഷണം. വേദി 11-ലാണ് മത്സരം. ഉച്ചകഴിഞ്ഞ് ഇവിടെ ദേശഭക്തി ഗാന മത്സരവും നടക്കും. കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ KT സ്വാലിഹ് ചേരുന്നുണ്ട്. സ്വാലിഹ്, കലോത്സവം അതിന്റെ അവസാന ദിവസങ്ങളിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് കലാകിരീടത്തിൽ ആര് മുത്തമിടുമെന്നതിനെ കുറിച്ചുള്ള ചർച്ചകളൊക്കെ സജീവമാണ്? ഒപ്പം തന്നെ ഇന്ന് നടക്കാനിരിക്കുന്ന പ്രധാന മത്സരങ്ങൾ ഏതൊക്കെയാണ്? സോമി, കലോത്സവത്തിലെ 232 ഇനങ്ങളിൽ 198 എണ്ണവും പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ഇനി 34 മത്സരങ്ങളാണ്. അതിൽ 30 ഇനങ്ങളും ഇന്ന് തന്നെ നടക്കും. കലോത്സവം അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു. ഇപ്പോൾ പോയിന്റ് നില പാലക്കാട് 806 പോയിന്റുമായി മുന്നിൽ നിൽക്കുന്നു. വെറും 6 പോയിന്റ് വ്യത്യാസത്തിൽ കഴിഞ്ഞ തവണയൊക്കെ കണ്ടതുപോലെ തന്നെ കോഴിക്കോട് ജില്ല 800 പോയിന്റുമായി 2ാം സ്ഥാനത്തുണ്ട്. 793 പോയിന്റുമായി കണ്ണൂർ ജില്ല 3ാമതും നിൽക്കുന്നു.
നടക്കുന്നു. അവസാന ഘട്ടത്തിൽ ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടം തന്നെ നടക്കുന്നു. കഴിഞ്ഞ തവണയൊക്കെ കണ്ടതുപോലെ വലിയ തിരക്ക്, ഇന്നലെയൊക്കെ കലോത്സവ നഗരിയിൽ വലിയ തിരക്കുണ്ടായിരുന്നു. ഇന്നും മത്സരങ്ങളൊന്നും തന്നെ ആരംഭിച്ചിട്ടില്ലെങ്കിലും വേദികളിലെല്ലാം ആളുകൾ എത്തിത്തുടങ്ങിയിട്ടുണ്ട്. പ്രധാന വേദിയിൽ ആൺകുട്ടികളുടെ ഹൈസ്കൂൾ വിഭാഗം കേരള നടന മത്സരമാണ് ആദ്യം നടക്കുന്നത്. അതിനുശേഷം സംഘനൃത്ത മത്സരം നടക്കും. നാടോടി നൃത്തം, പരിചമുട്ട്, അറവനമുട്ട് തുടങ്ങിയ മത്സരങ്ങൾ വിവിധ വേദികളിലായി നടക്കുന്നു. ഇന്ന് 30 വേദികളിലാണ് മത്സരങ്ങളുള്ളത്. സോമി, പാമ്പാടി നെഹ്റു കോളേജിലെ വിദ്യാർത്ഥിയുടെ മരണവുമായി ബന്ധപ്പെട്ട് നിയോഗിച്ച പ്രത്യേക അന്വേഷണ സംഘം ജിഷ്ണുവിന്റെ വീട്ടിലെത്തി ബന്ധുക്കളുടെ മൊഴിയെടുത്തു. ഇരിങ്ങാലക്കുട ASP കിരൺ നാരായണന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് നാദാപുരത്തെത്തിയത്. തൃശൂർ റേഞ്ച് IG MR അനിൽകുമാർ മേൽനോട്ടം വഹിക്കുന്ന കേസിൽ പുതുതായി നിയോഗിച്ച പ്രത്യേക അന്വേഷണ സംഘമാണ് നാദാപുരം വളയത്ത് ജിഷ്ണുവിന്റെ വീട്ടിലെത്തിയത്. ജിഷ്ണുവിന്റെ മാതാപിതാക്കളിൽ നിന്നും മറ്റു ബന്ധുക്കളിൽ നിന്നും അന്വേഷണ സംഘം മൊഴിയെടുത്തു. കിരൺ നാരായണന്റെ നേതൃത്വത്തിലുള്ള സംഘത്തിൽ തൃശൂർ റൂറൽ ക്രൈംബ്രാഞ്ച് SI PK പത്മരാജൻ, പഴയന്നൂർ ASI TK ശശിധരൻ, തൃശൂർ റൂറൽ വനിതാ സെൽ ASI ഉദയചന്ദ്രിക തുടങ്ങിയവരാണുള്ളത്. ഇതിനിടെ ജിഷ്ണുവിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. മരണത്തിന് മുൻപാണ് ജിഷ്ണുവിന്റെ ശരീരത്തിൽ മുറിവുകൾ ഉണ്ടായതെന്നുൾപ്പെടെയുള്ള നിർണായകമായ വിവരങ്ങളാണ് റിപ്പോർട്ടിലുള്ളത്. ഇക്കാര്യങ്ങളെല്ലാം വിശദമായി പരിശോധിച്ചാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. നേരത്തെ പഴയന്നൂർ ലോക്കൽ പോലീസും ക്രൈംബ്രാഞ്ചും അന്വേഷിച്ച കേസിൽ കഴിഞ്ഞ 11-നാണ് പുതിയ അന്വേഷണ സംഘത്തെ ആഭ്യന്തര വകുപ്പ് നിയമിച്ചത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. യേശുവിന്റെ ജനനം മുതൽ സ്വർഗാരോഹണം വരെ ദൃശ്യവൽക്കരിക്കുന്ന ബൈബിൾ മെഗാ ഷോയായ എന്റെ രക്ഷകൻ തലസ്ഥാനത്ത് അരങ്ങേറി. രാജ്യത്തെ ഏറ്റവും വലിയ ബൈബിൾ മെഗാ ഷോ എന്ന് അവകാശപ്പെടുന്ന എന്റെ രക്ഷകൻ സൂര്യകൃഷ്ണമൂർത്തിയാണ് സംവിധാനം ചെയ്തത്. 150 കലാകാരന്മാർ അണിനിരന്ന രംഗാവിഷ്കാരം കാണികൾക്ക് പുതിയ ദൃശ്യാനുഭവമായി. 150 കലാകാരന്മാർ, 50ഓളം പക്ഷിമൃഗാദികൾ, 20 സെന്റ് സ്ഥലത്ത് 2 നില കെട്ടിടത്തിന്റെ ഉയരത്തിൽ കൂറ്റൻ സെറ്റുകൾ. ഇങ്ങനെ രാജ്യത്തെ ഏറ്റവും വലിയ ബൈബിൾ മെഗാ ഷോ എന്ന് അവകാശപ്പെട്ടാണ് എന്റെ രക്ഷകൻ അരങ്ങേറിയത്. യേശുക്രിസ്തുവിന്റെ ജനനം മുതൽ കുരിശുമരണവും സ്വർഗാരോഹണവും വരെ എന്റെ രക്ഷകനിൽ ദൃശ്യവൽക്കരിക്കുന്നു. നീ പോകൂ ശാന്തനായി. നിന്റെ കണ്ണുകൾക്കിപ്പോൾ എല്ലാം കാണാം. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചു. നീ ഇനി അന്ധനല്ല. സൂര്യകൃഷ്ണമൂർത്തിയാണ് ഈ ബൈബിൾ മെഗാ ഷോയുടെ സംവിധാനവും രംഗാവിഷ്കരണവും നിർവഹിച്ചത്. സൂര്യയ്ക്കൊപ്പം ചങ്ങനാശ്ശേരി സർഗക്ഷേത്രയും മാർ ക്രിസോസ്റ്റം വേൾഡ് പീസ് ഫൗണ്ടേഷനും സംയുക്തമായി അവതരിപ്പിക്കുന്ന മെഗാ ഷോയുടെ അണിയറയിൽ പ്രവർത്തിച്ചത് 200ഓളം പേരാണ്. തലസ്ഥാനത്ത് നടന്ന ആദ്യ പ്രദർശനത്തിനു പിന്നാലെ മാസം തോറും 2 സ്ഥലങ്ങളിൽ ബൈബിൾ മെഗാ ഷോ അരങ്ങേറും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.